ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിൽമയിലും പട്ടികജാതി വികസന വകുപ്പിന് കീഴിലും സർക്കാർ ആശുപത്രിയിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കുറഞ്ഞ യോഗ്യത വരുന്നത് 4ാം ക്ലാസ്സാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മിൽമയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് മിൽമയുടെ കൊല്ലം ഡയറിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ BSc ഡിഗ്രി ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ ബയോകെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയാണ്. അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ ഡയറി സയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ ഡയറി അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള മിനിമം 1 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. മന്ത്ലി സാലറി 23,000 രൂപയാണ് ലഭിക്കുക. പ്രായപരിധി വരുന്നത് 18-നും 40-നും മധ്യയാണ്. SC/ST വിഭാഗക്കാർക്ക് 5ഉം OBC എക്സ് സർവീസ്മാൻ വിഭാഗക്കാർക്ക് 3 വർഷത്തെ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 22/6/2026 രാവിലെ 10 മുതൽ 12:30 വരെയാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ടാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം കൊല്ലം തേവള്ളിയിലുള്ള കൊല്ലം ഡയറി കോൺഫറൻസ് ഹാളിൽ ഇൻ്റർവ്യൂവിന് മുകളിൽ പറഞ്ഞിട്ടുള്ള തീയതിക്കും സമയത്തിന് നേരിട്ട് ഹാജരാവേണ്ടതാണ്. നിശ്ചിത സമയത്തിന് ശേഷം ഹാജരാകുന്ന ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂവിന് പരിഗണിക്കുന്നതല്ല. തിരുവനന്തപുരം മേഖലാ സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ്റെ ഏതെങ്കിലും യൂണിറ്റിൽ 2 വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതില്ല. കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നതിന് ജൂൺ 22-ന് രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഡോക്ടർ തസ്തികയിലേക്ക് MBBSഉം TCMC രജിസ്ട്രേഷനുമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് GNMഉം BSc നഴ്സിംഗും കേരള രജിസ്ട്രേഷനുമാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ANMഉം കേരള രജിസ്ട്രേഷനുമാണ്. എക്സ്റേ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് DRT, TRRT പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്തത് സെക്യൂരിറ്റി തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. SLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. അടുത്തത് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയാണ്. 7ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പാർട്ട് ടൈം സ്വീപ്പർക്ക് 50 വയസ്സാണ് പ്രായപരിധി. മറ്റെല്ലാ തസ്തികകൾക്കും 45 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. സെക്യൂരിറ്റി തസ്തികയിലേക്ക് എക്സ് സർവീസ്മാൻ, ആയോധന കലകൾ അറിയുന്നവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. അടുത്തത് പാലക്കാട് ജില്ലയിൽ ആനക്കട്ടി, ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നതിന് ജൂൺ 23-ന് രാവിലെ 10 മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. യോഗ്യത B.Pharm അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസിയും കേരള ഫാർമസി രജിസ്ട്രേഷനും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. താല്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം പങ്കെടുക്കേണ്ടതാണ്. അടുത്തത് എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആലുവ പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റലിൽ വിവിധ തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള വനിതകളായ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. സ്റ്റീവാർഡ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത SLCയും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. കൂടാതെ റെസ്റ്റോറൻറ്റ് ആൻഡ് കൗണ്ടർ സർവീസിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് അഥവാ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കുക്ക് തസ്തികയിലേക്ക് 2 ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത SLCയും ഫുഡ് പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റുമാണ്. അടുത്തത് വാച്ച് വുമൺ തസ്തികയാണ്. 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. യോഗ്യത 7ാം ക്ലാസ് വിജയമാണ്. അടുത്തത് പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയാണ്. 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തത് പാർട്ട് ടൈം സ്കാവഞ്ചർ പോസ്റ്റാണ്. 1 ഒഴിവാണ് വന്നിട്ടുള്ളത്. അടുത്തത് പാർട്ട് ടൈം മിസ് ഗേൾ തസ്തികയാണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ പാർട്ട് ടൈം തസ്തികകൾക്ക് 4ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത വരുന്നത്. 1/1/2026 50 വയസ്സ് കഴിയാത്തവർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം ജൂൺ 23-ന് കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. പാർട്ട് ടൈം തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർ രാവിലെ 11 മണിക്കും സ്റ്റീവാർഡ്, കുക്ക്, വാച്ച് വുമൺ
തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർ ഉച്ചയ്ക്ക് 2 മണിക്കും ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് സിവിൽ സ്റ്റേഷനിലെ 3-ാം നിലയിലുള്ള ഓഫീസുമായോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അടുത്തത് കോട്ടയം ജില്ലയിൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണ നിയന്ത്രണത്തിലുള്ള കറുകച്ചാൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റിൻ്റെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. അഭിമുഖം ജൂൺ 24 ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.